ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ എഗ്ഗ് കുറുമ കാണാം. അത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ എല്ലാം നമുക്ക് കമ്പൈൻ ചെയ്യാവുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. അതിന് നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത 2 മീഡിയം സൈസ് പൊട്ടറ്റോ, 2 സവോള, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടൊമാറ്റോ, ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. ഇവയെല്ലാം കടുക് ചേർത്തതിന് ശേഷം കടുക് പൊട്ടിച്ച് നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ തീയിൽ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ മാഗിയുടെ മിൽക്ക് പൗഡറാണ് നല്ല തിക്കായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തെടുത്ത് ഒഴിച്ചു കൊടുക്കണം. ഇതധികം ഗ്രേവി വേണമെന്നുള്ളവർക്കാണെങ്കിൽ മാത്രം കുറച്ച് ചെറു ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പാലിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് വരഞ്ഞ മുട്ട ഇട്ട് കൊടുക്കാം. ഇത് നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കറിയൊന്നും ഇല്ലാഞ്ഞപ്പം പെട്ടെന്ന് റെഡിയാക്കിയൊരു കറിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ റെഡിയാക്കുന്നൊരു കറിയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഒരു ഫ്ലേവറിന് വേണ്ടി. പിന്നെ ഓപ്ഷണലാണ്, തികച്ചും ഓപ്ഷണലാണ്. 2 സ്പൂൺ ടൊമാറ്റോ സോസും 1 സ്പൂൺ സോയാ സോസും അതനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കുമ്പം ശ്രദ്ധിക്കാൻ. ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ചൈനീസ് ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടും കറിക്ക്. ഞാൻ പറഞ്ഞ പോലെ തികച്ചും ഓപ്ഷണലാണ്. ഞാനിത് കുക്കറിലും ഉണ്ടാക്കാറുണ്ട്. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. പക്ഷേ കൂടുതലും ടേസ്റ്റ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. അതുപോലെ പാലൊഴിച്ചതിന് ശേഷം തിളച്ച് പോകാതിരിക്കാൻ സ്റ്റീം നിർത്തി ഓഫാക്കി ചെറു തീയിൽ വേണം അത് തയ്യാറാക്കാൻ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. മസ്റ്റ് ട്രൈ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ സജഷൻസും കമൻസും ഇതിൽ ആഡ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.